ഹേ ഗൈസ്, ഇന്ന് രാവിലെ എൻ്റെ ഫേവറേറ്റ് ഫുഡായ ചപ്പാത്തിയാണ് ഗൈസ്. ചപ്പാത്തി കഴിക്കാൻ ഒരു കൊതി. ഇവിടെ അമ്മയ്ക്കും അറിയില്ല, എനിക്കും അറിയില്ല ചപ്പാത്തി പരത്താൻ. പിന്നെ ഒരു കൊതി വന്നാൽ കഴിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ മുകളിൽ പൊടി പിടിച്ചിരുന്ന ചപ്പാത്തി പ്രസ്സൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ചപ്പാത്തി ചുടാൻ തീരുമാനിച്ചു. ഈ ചപ്പാത്തി മറ്റേ ചപ്പാത്തിയാണ് തന്നെയാണ്, പക്ഷേ ചെറുതായി വട്ടം കുറച്ച് ചെറുതായിരിക്കും. വേണമെങ്കിൽ ചപ്പാത്തി എന്നോ തൊപ്പാത്തി എന്നോ പറയാം, പക്ഷേ ചപ്പാത്തിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. അടുക്കളയിൽ ചൂടത്ത് നിന്ന് മനുഷ്യൻ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സഹായിക്കാനായിട്ട് തിങ്കളും ചപ്പാത്തി പരത്തരാന്ന് പറയുന്നുണ്ടായിരുന്നു. പരത്താനല്ല, ചപ്പാത്തി പ്രസ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ചപ്പാത്തി പക്ഷേ ലൈറ്റായിട്ട് കട്ടിയുണ്ട്, എന്നാലും ചപ്പാത്തി അല്ലേ, കഴിക്കാം. പിന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ ഗൈസ് ചപ്പാത്തി കൂടെ. അപ്പം ഞാൻ ഇന്നലെ കണ്ണെൻ്റെ കിളി പോയൊരു സിനിമയായിരുന്നു. കിളി ഇതുവരെ വന്നിട്ടില്ല ഗൈസ് സംഭവം. അതിൻ്റെ കിളി പോയ ബാക്കി കിളികളെ കൂട്ടിക്കയറ്റാനായിട്ട് എനിക്ക് കിളി വരാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കിളികളെല്ലാം വന്നതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചക്കത്തുള്ള പരിപാടികൾ ആരംഭിച്ചു. തോരൻ വയ്ക്കാമെന്ന് ചോദിച്ചു. പയറ് തോരനാണ്. തോരനും ചക്കയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് ചിക്കൻ മാമൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ അമ്മയാണ് വയ്ക്കുന്നത് കേട്ടോ. പൊതുവേ ചിക്കൻ വയ്ക്കാൻ ഞാൻ കൂടാറില്ല. ഇന്ന് ചിക്കൻ കഴുകിയൊക്കെ വൃത്തിയാക്കിയത് അമ്മ തന്നെയാണ്. ചക്കയൊക്കെ റെഡിയായതിനു ശേഷം കുറച്ച് പീസ് തിങ്കളിലെന്നും പറഞ്ഞ് ഞാൻ പൊരിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 2 കാലുണ്ട് ഗൈസ്. ഒരു കാലം എനിക്ക്, ഒരു കാലം തിങ്കളിന്, പിന്നെ 2-3 പീസും ഉണ്ടായിരുന്നു. നമുക്ക് 2 പേർക്ക് മാത്രമാണ്. പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ചിക്കൻ പൊരിച്ചിട്ട് വേണം നമുക്ക് ചപ്പാത്തി കഴിക്കാൻ ഗൈസ്. കാരണം ക്ഷമയില്ല. ഇന്ന് മൊത്തം ചപ്പാത്തിയാണ്, ഫുൾ ടൈം ചപ്പാത്തിയാണ്. ചിക്കൻ നന്നായി മുരിഞ്ഞു വരുന്നുണ്ട് ഗൈസ്. ഇതിൽ കുറച്ച് ഞാൻ മസാല കൂടി ഇട്ടിട്ടുണ്ട്, ഫിഷ് മസാല ഇട്ടിട്ടുണ്ട് ഗൈസ്. കാര്യം എന്തെങ്കിലുമൊക്കെ മസാല ഇടണ്ടേ. മറ്റേ മസാല തീർന്നുകൊണ്ട് ഫിഷ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മൊരിയണവരെ ഞാൻ ടി വിയിൽ യോധ സിനിമ കണ്ടുകൊണ്ടിരുന്നു. പണ്ടെന്ന് എനിക്ക് യോധ സിനിമ ഇഷ്ടമേ ഇല്ലായിരുന്നു. വലുതാകുമ്പോൾ നമ്മളെ ഇഷ്ടങ്ങളും മാറും. അങ്ങനെ ഫൈനലി നമ്മളെ ചിക്കൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതൊക്കെ എടുത്ത് കഴിച്ച അവസാനം ചോറല്ല, ചിക്കൻ വേവാനുള്ളൊരു കാത്തിരിപ്പായിരുന്നു. കാരണം ചിക്കൻ ഫ്രൈ മാത്രമേ വെന്തിട്ടുള്ളായിരുന്നു. പിന്നെ ചിക്കനൊക്കെ വെന്ത് ചോറും കുറച്ച് പയർ തോരനും കുറച്ച് ചക്കയും പിന്നെ ഒരു ചപ്പാത്തിയും കൂടെ എടുത്ത് ചോറ് കഴിച്ചു. അപ്പോൾ അത്ര ഉള്ള ഗൈസ്.